പെരിയാർ കേസിലെ 9 പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു. ഒന്നാം പ്രതി പീതാംബരൻ ഉൾപ്പെടെ 9 പ്രതികളെയാണ് വിയൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് മാറ്റിയത്. പ്രതികളെ എത്തിക്കുന്നതിന് മുൻപായി ജയിലിന് മുന്നിലെത്തിയ CPM നേതാവ് P. ജയരാജൻ മാധ്യമങ്ങളെ കണ്ടതോടെ മടങ്ങി. സുനിൽ ഐസക് വിവരങ്ങൾ നൽകാൻ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. 9 പ്രതികളെയും കണ്ണൂരിലെത്തിച്ചോ സുനിൽ? അമൃത, പെരിയാർ കേസിലെ 9 പ്രതികളിൽ 2 പേർ കാക്കനാടും മറ്റുള്ള 7 പേർ വിയൂരിലുമായിരുന്നുണ്ടായിരുന്നത്. ഈ 9 പ്രതികളെയുമാണ് അല്പസമയത്തിന് മുമ്പ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിരുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവരെ എത്തിക്കുമെന്ന് അറിയിപ്പുണ്ടായിരുന്നു. അതായത് ശിക്ഷാവിധി വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഇവരെ കണ്ണൂരിലേക്ക് എത്തിക്കുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആവശ്യത്തിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ ഉള്ള കുറവുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇത്ര ദിവസം വൈകിയത്. എന്തായാലും അല്പസമയം മുമ്പാണ് പ്രതികളെ കണ്ണൂരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. KV കുഞ്ഞിരാമൻ അടക്കമുള്ള ആളുകൾ കണ്ണൂരിലേക്ക് എത്തിയിരിക്കുന്നു. ഇവരെ ഇവിടെ എത്തിക്കുന്നതിന് തൊട്ട് മുമ്പ് CPMന്റെ സംസ്ഥാന സമിതി അംഗം P. ജയരാജൻ ജയിലിലെത്തിയിരുന്നു. അതായത് ഇവർ ജയിലിൽ എത്തുന്ന സമയത്ത് അവരെ സ്വീകരിക്കാനായിട്ടാണ് P. ജയരാജൻ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിയത്. എന്നാൽ ചാനലുകളെ കണ്ടതോടുകൂടി P. ജയരാജൻ അവിടെ നിന്ന് പൊടുന്നനെ തന്നെ മടങ്ങുകയായിരുന്നു. എന്തായാലും എല്ലാ പ്രതികളെയും കണ്ണൂരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ കോടതി നിർദ്ദേശപ്രകാരമാണോ സുനിൽ ഈ ജയിൽ മാറ്റം? പ്രതികളുടെ ആവശ്യപ്രകാരം കൂടിയാണ് ഇപ്പോൾ മുഴുവൻ പ്രതികളെയും കണ്ണൂർ ജയിലിലേക്ക് സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അന്ന് തന്നെ CBI കോടതിയിൽ പ്രതികളുടെ ആവശ്യമുണ്ടായിരുന്നു, കണ്ണൂരിലേക്ക് അവരെ മാറ്റണം എന്ന്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതികളെ കണ്ണൂരിലേക്ക് കൊണ്ടുവരുന്നത്. കുറേക്കൂടി സുരക്ഷാ കാരണങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിയാണ് പ്രതികളെ ഇപ്പോൾ ഇവിടേക്ക്. P. ജയരാജൻ ജയിലിന് മുന്നിൽ ഉണ്ടായിരുന്നുവെന്ന് സുനിൽ പറയുകയുണ്ടായല്ലോ. മറ്റ് ഏതെങ്കിലും നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നോ? എന്തെങ്കിലും പ്രതികരണമോ മറ്റോ അവർ നടത്തിയിരുന്നോ? മറ്റാരും അവിടേക്ക് എത്തിയിട്ടില്ല. കാരണം നേരത്തെ ഈ കേസിന്റെ ശിക്ഷാവിധി ഉണ്ടായതിന് പിന്നാലെ തന്നെ CPMന്റെ എറണാകുളം ജില്ലാ പ്രതികളെ സന്ദർശിച്ചിരുന്നു. അവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മാത്രമല്ല കേസിലെ 1-ാം പ്രതി പീതാംബരൻ കോടതി വളപ്പിൽ വെച്ച് കൊടിസുനി CP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനി കാണുകയും ചെയ്തിരുന്നു. ഈ 2 സംഭവങ്ങളും വലിയ വിവാദമായിരുന്നു. ഇതേ തുടർന്നാണ് നേതാക്കളോട് പരസ്യമായി ഇവരെ കാണേണ്ടതില്ല എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാർട്ടി എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും പക്ഷേ മാധ്യമങ്ങൾ അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാവാം P. ജയരാജൻ മടങ്ങിപ്പോവുകയും ചെയ്തു. പെരിയാർ കേസിലെ 9 പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 1-ാം പ്രതി പീതാംബരൻ ഉൾപ്പെടെയുള്ള 9 പ്രതികളെയാണ് ഇപ്പോൾ കണ്ണൂരിലേക്ക് മാറ്റിയത്. നേരത്തെ സുനിൽ സൂചിപ്പിച്ചതുപോലെ പ്രതികളെ എത്തിക്കുന്നതിന് മുമ്പായി ജയിലിന് മുന്നിലെത്തിയ CPM നേതാവ് P. ജയരാജൻ മാധ്യമങ്ങളെ കണ്ടതോടെ മടങ്ങുകയായിരുന്നു. സുനിൽ ഐസക് തുടരുന്നുണ്ട്. സുനിൽ, 9 പേരെയാണല്ലോ ഇപ്പോൾ കണ്ണൂരിൽ എത്തിച്ചത്. ഏതൊക്കെ പ്രതികളെയാണ് അവിടെ എത്തിച്ചത് എന്ന് കൂടി ഒന്ന് വിശദമാക്കാമോ? ഹലോ സുനിൽ, കേൾക്കാമോ? ഹലോ മുമ്പിലുണ്ടായിട്ടില്ലേ? ആ മുമ്പിൽ